പ്രവർത്തന സജ്ജമല്ലാതായിരുന്ന പുനലൂരിലെ മുനിസിപ്പാലിറ്റിയുടെ ശ്മശാനം, നമ്മുടെ ഈ ഗ്യാസ് ക്രിമിറ്റോറിയം ഇന്നു മുതൽ പ്രവർത്തന സജ്ജമാണ്. സാങ്കേതിക തകരാറുകളെ തുടർന്ന് പ്രവർത്തനം നിലച്ചിരുന്ന പുനലൂർ നഗരസഭാ ശ്മശാനം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച മുതൽ വീണ്ടും തുറന്നു പ്രവർത്തിച്ചതായി പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ അറിയിച്ചു. ക്രിമിറ്റോറിയം ഇപ്പോൾ നമ്മൾ തുറക്കുകയാണ്. കുറേയധികം കാര്യങ്ങൾ ക്രിമിറ്റോറിയം പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇനിയും ചെയ്യാൻ നഗരസഭ തയ്യാറെടുക്കുക. ഇവിടെ വരുന്ന ആളുകൾക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അത് ഇപ്പോൾ തൊട്ട് താഴെ അതിനൊരു ഗ്രൗണ്ട് തന്നെ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ ആളുകൾക്ക് ഇരിക്കാനും അതുപോലെ തന്നെ പല കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയർന്നു വന്നതുപോലെ ഒരു കിണറിൻ്റെ സൗകര്യം അതെല്ലാം നഗരസഭ പരിശോധിക്കും. ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാനുള്ള വളരെ തീവ്രമായ പരിശ്രമമാണ് നഗരസഭ നടത്തുന്നത്. യന്ത്രങ്ങളുടെ തകരാർ പരിഹരിക്കുന്നതിനായി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ നിന്നും 15 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരുന്നത്. എറണാകുളം ആസ്ഥാനമായുള്ള ഹൈടെക് ക്രിമിറ്റോറിയം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തിയത്. 2 ആഴ്ച മുൻപ് തന്നെ പണികൾ പൂർത്തിയാക്കി ട്രയൽ റൺ നടത്തി പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തിയിരുന്നു. മൃതദേഹം സംസ്കരിക്കുന്നതിനായി APL വിഭാഗത്തിന് 3000 രൂപയും BPL വിഭാഗത്തിന് 1500 രൂപയുമാണ് ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത്. ശ്മശാനം പ്രവർത്തിക്കാതിരുന്ന സാഹചര്യത്തിൽ നഗരസഭാ പരിധിയിലുള്ളവർ കിലോമീറ്ററുകൾ അകലെയുള്ള കൊല്ലം കോർപ്പറേഷൻ ശ്മശാനത്തെയോ സമീപ പഞ്ചായത്തുകളെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനും മറ്റും ജനങ്ങൾ നേരിട്ടിരുന്ന കടുത്ത ബുദ്ധിമുട്ട് പരിഗണിച്ച് നഗരസഭയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അതിവേഗത്തിലാണ് കരാർ കമ്പനി പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ശ്മശാനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതോടൊപ്പം പാർക്കിംഗ് ഏരിയ, ഇരിപ്പിടങ്ങൾ, പുതിയ കിണർ എന്നിവയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.